2020 പുരുഷ വേൾഡ് കപ്പിന് തുടക്കമായി. പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിലെ ഉദ്ഘാടന മത്സരം പുരോഗമിക്കുന്നു. അമേരിക്കയ്ക്ക് 195 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മറുപടി ബാറ്റിംഗിനിറങ്ങിയ അമേരിക്കയ്ക്ക് ഒരു ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 5 റൺസ് ലഭ്യമായിട്ടുണ്ട്. അതേസമയം ഇന്നലെ നടന്ന സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ 60 റൺസിന് തോൽപ്പിച്ചു. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും നന്ദുവാണ് ചേരുന്നത്. നന്ദു, ഗുഡ് മോർണിംഗ്. ആവേശ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ കളി പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ് പ്രിയ. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ടോസ് നേടിയെങ്കിലും ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ 195 റൺസ് വിജയലക്ഷ്യമാണ് അമേരിക്കയുടെ മുന്നിലുള്ളത്. എന്നാൽ ആദ്യ ഓവർ പിന്നിടുമ്പോൾ രണ്ടാമത്തെ ബോളിൽ തന്നെ ഓപ്പണർമാരായ സ്റ്റീവ് ടൈലറിനെ കാനഡയുടെ ഖലീം സന LBW ആക്കിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റായി ഇപ്പോൾ നിലവിൽ വരുന്നത്. ക്യാപ്റ്റനും അതോടൊപ്പം തന്നെ ക്യാപ്റ്റനായ മോനാങ് പട്ടേലും അതുപോലെ തന്നെ സ്റ്റീവ് ടൈലറുമായിരുന്നു ഓപ്പണിംഗ് ഇറങ്ങിയത്. പക്ഷേ സ്റ്റീവ് ടൈലറിൻ്റെ വിക്കറ്റ് ഖലീം സന എടുത്തിരിക്കുകയാണ്. ഈ കാനഡ വളരെ മികച്ച ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അതായത് നവനീത് ദാലിവാൾ 44 പന്തിൽ 61 നേടുകയും അതോടൊപ്പം തന്നെ നിക്കോളാസ് കിർട്ടൺ 31 പന്തിൽ 51 നേടുകയും ചെയ്തതോടുകൂടി തന്നെ മികച്ച ഒരു സ്കോറിലേക്ക് ആദ്യം തന്നെ കാനഡയ്ക്ക് എത്താൻ സാധിച്ചു. മറ്റ് ബാറ്റ്സ്മാൻമാരെല്ലാം തന്നെ ഒരുവിധം മികച്ച ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് കാനഡയുടെ സ്കോർ ഇത്രയും ഉയർത്തുന്നതിൽ നൽകിയെന്ന് തന്നെ വേണം പറയാനായിട്ട്. എന്തായാലും അമേരിക്കയുടെ ബാറ്റിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇവരുടെ ഈ ഒരു കളി എടുത്താൽ തന്നെ ഇത് ഇവരുടെ 1844 ആദ്യത്തെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റും അമേരിക്കയും കാനഡയും തമ്മിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കളിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം ഒരുപാട് വർഷങ്ങൾക്ക് പിന്നിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. എന്തായാലും ഗ്രൂപ്പ് എയിലാണ് ഇരു ടീമുകളും സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇന്ന് വളരെ നിർണായകമായിരിക്കും ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. കാരണം മുൻ ന്യൂസിലൻഡ് ഓൾറൗണ്ടറായിട്ടുള്ള കോറി ആൻഡേഴ്സൺ അടക്കം അമേരിക്കയ്ക്ക് വേണ്ടി ഇന്ന് ഇറങ്ങുന്നുണ്ട്, ക്രീസിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മികച്ച വിജയം അമേരിക്കയ്ക്ക് നേടാൻ സാധിക്കുമോ അതോ കാനഡ ഇന്നത്തെ കളി ജയിക്കുമോ എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടിരിക്കുന്നു. ഇന്നലെ നടന്ന സന്നാഹ മത്സരത്തിൽ വളരെ മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. എന്തായാലും ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഈ സന്നാഹ മത്സരത്തോടെ ഗംഭീരമാക്കിയിരിക്കുകയാണ്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സഞ്ജു സാംസൺ ഇന്നലെ കളിച്ചിരുന്നെങ്കിലും കാര്യമായ പ്രകടനം സഞ്ജുവിന് പുറത്തെടുക്കാനായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി വിക്കറ്റ് കീപ്പറായി T20 ലൈനപ്പിൽ തുടരുമോ എന്നുള്ള കാര്യത്തിലും വളരെയധികം ആശങ്ക. സ്പോർട്സ് ഡെസ്കിൽ നിന്നും നന്ദുവാണ് വിവരങ്ങൾ നൽകിയത്.